ആ മറഞ്ഞു നിൽക്കുന്ന ആളാരാണ്? കേസിന്റെ ട്വിസ്റ്റ് അവിടെയാണ് കിടക്കുന്നത്. അത് എനിക്കറിയില്ല സർ. ഞാൻ കോടതിയിൽ സാക്ഷിയായ പ്രഭയെ ക്രോസ് ചെയ്യുന്ന എതിർ വക്കീലല്ല. എന്റെ കക്ഷിയെ രക്ഷിക്കാൻ നോക്കുന്ന സ്വന്തം വക്കീല. വക്കീലിനോടൊന്നും മറക്കാൻ പാടില്ല എന്നറിയില്ലേ? കേസ് ജയിക്കണ്ടേ? സാർ അതെനിക്കറിയില്ല. പ്രഭയ്ക്കറിയാം, കൃത്യമായിട്ടും അറിയാം. സത്യങ്ങൾ ഒളിച്ചും മറച്ചും വെച്ചിട്ടാണെങ്കിൽ എനിക്കിന്ന് മെനക്കെടാൻ വയ്യ. എന്റെ ആരെങ്കിലും അല്ല ജയിലിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ജയന്തൻ, ഇവരുടെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യൂ. ഈ കേസ് ഞാൻ വിട്ടു. ഓക്കെ പ്രഭാവതി, ബൈ. അയ്യോ സർ, പ്ലീസ് കൈവിടരുത്. ഞാൻ പറയാം സർ. എനിക്ക് വേണ്ടി പറയണമെന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. സിദ്ധുവിനെ രക്ഷിക്കണം. ഞാൻ പറയാം സർ. അത് മറ്റാരും അറിയാതെ സിദ്ധു മനസ്സിൽ സൂക്ഷിച്ചിരുന്നതാണ്. സിദ്ധാർത്ഥന്റെ നന്മയൊക്കെ പിന്നെ പറയാം. ആളാരാണ്? സർ, മറ്റാരും അറിയരുത്. ഇതെന്താ രഹസ്യം പറച്ചിലോ? കോടതിയിൽ പറയേണ്ടി വന്നാ പറയുക ചെയ്യും. നിങ്ങൾ ആളിനെ പറയൂ, അല്ലെങ്കിൽ ബൈ പറഞ്ഞ സ്ഥലം വിടൂ. ഞാൻ പറയട്ടെ, ബലരാമൻ. അല്ലേ? അതെ സർ. ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഇതാണ് കേസിന്റെ ന്യൂക്ലിയസ്. ഈ കേസ് നമ്മൾ വികസിപ്പിക്കാൻ പോകുന്നത് ഈ പോയിന്റിൽ നിന്നായിരിക്കും. തനുജയുടെ അച്ഛൻ ബലരാമനാണ്. തന്റെ മകളെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് ബലരാമനെ വേട്ടയാടിയിരുന്നു. അവസാനം അയാൾ ആത്മഹത്യ ചെയ്തു. ഇനി അടുത്ത ചോദ്യം, ആരാണ് തനുജയുടെ അമ്മ? ആരാണ് തനുജയെ പ്രസവിച്ചത്? അത് എനിക്കറിയില്ല സർ. ടെൻഷൻ ആവണ്ട, നമുക്ക് അച്ഛനെ കിട്ടിയല്ലോ, പുറകെ അമ്മയും കിട്ടും. ആ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചോണം. തനുജ ഇപ്പൊ അവസാനം എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നു. അവള് തേവക്കാട്ട് പോകാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അതെ നന്ദു, അവള് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നാത്രേ. കോടതിയിൽ വരേണ്ടി വരുമെന്നൊക്കെ പരമേശ്വരങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഇടിവെട്ടിയതുപോലെ അവൾ അകത്തേക്ക് വന്നേ. പരമേശ്വരങ്ങളിന് തല്ലുകിട്ടിയെന്നാ ഞാൻ കരുതിയത്. എന്തായാലും അവള് ചന്ദ്രമതി ആന്റിക്കൊപ്പം സ്ഥിരതാമസാക്കുന്നത് നല്ലതാ. അവരടുപ്പായി കഴിഞ്ഞാല് തനുജ് ബലരാമനങ്ങളുടെ മോളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസം വരില്ലല്ലോ. എനിക്ക് പക്ഷേ ഇത് കുഴപ്പമായിട്ടാ തോന്നുന്നു. ചന്ദ്രമതി ആന്റിയും തനുജയും ചന്ദ്രോത്തിന്റെ രണ്ട് ശത്രുക്കളാ. അവര് കൂടുതൽ അടുത്ത് ഒന്നിക്കുന്നത് നമുക്ക് ദോഷമായിട്ടായിരിക്കും വരുന്നത്. ഒരുമിച്ച് പ്ലാൻ ചെയ്യാനും കാര്യങ്ങൾ നടപ്പാക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. നമുക്കത് തലവേദനയാവും. വരട്ടെ ദേവി, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ ഇപ്പൊ പ്രയാസമുള്ളൂ, നിന്റെ കാര്യത്തില്. എന്റെ കാര്യത്തിൽ എന്താ നന്ദുവിന് പ്രയാസം? നിന്റെ സ്വപ്നങ്ങൾ പോട്ടെ, ഒരു ശരാശരി ആഗ്രഹം പോലും സാധിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. അല്ല, എന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ നന്ദു പറ, കേക്കട്ടെ. അല്ല, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ എന്താഗ്രഹങ്ങളാ കേക്കട്ടെ. നന്ദു ഒത്തുള്ളൊരു ജീവിതം, അതാ എന്റെ ആദ്യത്തെ ആഗ്രഹം. അവസാനത്തെ, അതിനിടയ്ക്ക് വേറൊന്നുമില്ല നന്ദു. സമാധാനമുള്ള ജീവിതം അതാഗ്രഹിക്കുന്നില്ലേ? അത് ഞാൻ മാത്രല്ലല്ലോ, ലോകത്തിലെ എല്ലാരും ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടൊരു ജീവിതമല്ലേ?
നന്ദു, എന്നെ കുറിച്ചോർത്ത് നന്ദു വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛനെ പുറത്തു കൊണ്ടുവരണം. തനുജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് രണ്ടും എത്രത്തോളം എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. നിരാശപ്പെടല്ലേ നന്ദു. നന്ദു തളർന്ന പിന്നെ ഞാനും വീണുപോകും. നമുക്ക് അച്ഛനെ പുറത്തു കൊണ്ടുവരാൻ നന്ദു. തനുജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. എന്താ? ഈ ജീവിതത്തില്, അതായത് എന്നോടൊപ്പമുള്ള ജീവിതത്തില് നിരാശ തോന്നി തുടങ്ങിയോ? ഉണ്ട്, നല്ല നിരാശയുണ്ട്. എന്താ മിണ്ടാ നിൽക്കുന്നെ? പറഞ്ഞു കേട്ടില്ലേ? നിരാശയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഉത്തരം മുട്ടിയല്ലേ? ചുമ്മാതങ്ങ് ചോദിച്ചതാ, ഞാനങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. എന്റെ നന്ദു, ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ നിന്നാ പിന്നെ ഒരു നിരാശയ്ക്കും നമ്മളെ തൊടാൻ പറ്റില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ശരി, അസുഖമായാലും ശരി, എന്തായാലും ശരി, എന്റെ കൂടെ ഒറ്റ മനസ്സായിട്ട് ഒരാളും കൂടി ഉണ്ടെന്ന് ചിന്തിക്കുമ്പോ തന്നെ ഏത് വിഷമവും പറന്നു പോവും. പ്രയാസങ്ങൾ ഉണ്ടാവും, സങ്കടവും വിഷമവും പേടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ സത്യം, നന്ദുവായിട്ടുള്ള ഈ ജീവിതത്തില് ഒരിക്കലും നിരാശ മാത്രം തോന്നിയിട്ടില്ല. നന്ദുവാ എന്റെ ലോകം. എന്റെ പ്രതീക്ഷയും സുഖവും എല്ലാം നന്ദുവാ. അപ്പോ നീ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? മാറി താമസിക്കല്ല, രക്ഷപ്പെട്ടു പോവാ. ഈ പൊട്ടക്കുളത്ത് കഴിഞ്ഞ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വയ്യ. വിശാലമായ ലോകം എന്നെ കാത്തിരിക്കുന്നത്. ആ ദേവികയോട് പറഞ്ഞത് തന്നെ നിങ്ങളോടും പറയ. ഇനി എന്റെ വിലാസം തനുജ തേവക്കാടെന്ന. ഇത്രയും കാലം നിന്റെ കാര്യങ്ങളും നോക്കി നിന്നെ വളർത്തി വലുതാക്കിയ ഞങ്ങളോട് അപ്പൊ നിനക്ക് ഒരു നന്ദിയില്ല അല്ലേ? ഇത്രയും നാള് ഞാൻ കൂടെ താമസിച്ചതിന് നന്ദി ഇങ്ങോട്ടാ വേണ്ടത്. എന്റെ ചെലവിൽ നിങ്ങൾക്കും കഴിയാൻ പറ്റിയില്ലേ? പേടിക്കണ്ട, ഞാൻ പോയാലും നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. പണം കൃത്യമായിട്ട് എത്തിക്കും. പിന്നൊരു കാര്യം, എനിക്കെതിരെ കോടതി പറയാന്ന് ദേവികയ്ക്ക് വാക്ക് കൊടുത്തില്ലേ? അത് നടക്കുമെന്ന് കരുതണ്ട. ആ ത്യാഗരാജൻ ചേട്ടന്റെ കൈകൊണ്ട് ചാവണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ അടങ്ങിയിരുന്നോണം. കോടതിയിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. നിങ്ങളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടി. മോളുടെ ഭാവി നന്നാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ മോള് പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണ്. അപകടങ്ങള് എനിക്കൊരു ഹരമാണെന്നറിയില്ലേ? അപകടത്തിൽ ചെന്ന് ചാടി ഒരു പോറല് പോലും പറ്റാതെ തിരിച്ചു കയറുക എന്നുള്ളതാ എന്റെ ഹോബി. പക്ഷേ നിങ്ങൾ അപകടത്തിൽപ്പെട്ട അത് പെട്ടത് തന്നെയാവും. തിരിച്ചുകയറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാ പറയുന്നത്, ആ ത്യാഗരാജന് പണി ഉണ്ടാക്കരുത്. എനിക്കെതിരെ കോടതി പറഞ്ഞ ത്യാഗരാജൻ ഇങ്ങ് വരും. ഞാനാളെ തടയും. നിങ്ങളെ രക്ഷിക്കാനല്ല, എനിക്ക് നിങ്ങളെ കൊല്ലാൻ വേണ്ടി. ആയുസ് തീരും മുമ്പ് മേലോട്ട് പോണ്ടാന്നുണ്ടെങ്കിൽ ചന്ദ്രത്തുകാരുമായിട്ടുള്ള ബന്ധം വിട്ടേക്ക്. ഞങ്ങളെ ഒറ്റയ്ക്കാക്കി ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ കാണല്ലേ പറഞ്ഞിട്ട് പോന്നേ? അതെ, ഇത്രയും പോരാന്ന് എനിക്കറിയാം. കുറച്ചുകൂടി പറയണം, പക്ഷെ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് തേവക്കാട്ടെത്തണം. അവിടുത്തെ ആളായി ഔദ്യോഗികമായി സ്ഥാനാരോഹണം നടത്തണം. അപ്പൊ ശരി, ഇടയ്ക്കിടയ്ക്ക് വരും, കാണാം. പിന്നെ അവരുടെ കൂടെ നിന്ന് എനിക്കെതിരെ നീങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിനെയും
ബാക്കി ഞാൻ പറയുന്നില്ല. ആ, നെക്സ്റ്റ് വീക്കിലൊന്ന് മുംബൈയിലേക്ക് വരുന്നുണ്ട്. ഇല്ല, 1-2 ദിവസം മാത്രം. ഇവിടെ സിസ്റ്ററിന്റെ കൂടെ ഇപ്പോ 1-2 ദിവസത്തെ പണിയുണ്ട്. ഞാൻ വിളിക്കാം, നീ പിള്ളേരെ കൂട്ടി വരേണ്ടി വരും. ശരി. എന്താ ജയന്ത, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞ സാറേ, ഞാൻ ഞെട്ടി പറിച്ചിട്ടാ നിൽക്കുന്നേ. കാര്യം പറ. തനൂജയുടെ യഥാർത്ഥ അച്ഛൻ ആരെന്നറിയോ? ആരാത്? ഞാൻ പറയാം, സാറ് സമാധാനത്തോടെ വേണം കേൾക്കാൻ. താൻ കാര്യം പറ. കേസിന്റെ വിവരങ്ങൾ കൊടുക്കാൻ പ്രഭാവതി മേഡം വന്നിരുന്നു. എന്നിട്ട് സാറ് ചോദിച്ച് തനൂജയുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചു. അവിടെ പ്രഭാവതി മേഡത്തിന്റെ നാവിൽ നിന്നും വക്കീൽ ഇട്ടെടുത്തു, ബലരാമൻ സാറാ അച്ഛനെന്ന്. സാറേ, പ്രഭാവതി മേഡം ആദ്യം ബലരാമൻ സാറിന്റെ പേര് പറഞ്ഞില്ല. വല്ലാതെ നിർബന്ധിച്ച് അവസാനം വക്കീല് പറഞ്ഞു പറയിപ്പിച്ചതാ. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തം, പ്രഭാവതി മേഡം കള്ളം പറഞ്ഞതല്ല. സിദ്ധാർത്ഥനെ രക്ഷിക്കാനുള്ള പ്രഭാവതിയുടെ അടവായിക്കൂടെ ഇത്? അങ്ങനെയാണെങ്കിൽ പ്രഭാവതി മേഡം ബലരാമൻ സാറിന്റെ പേര് ആദ്യം പറയണ്ടേ? കാര്യം എന്തായാലും ഇതിലെവിടെയോ എന്തൊക്കെയോ സത്യങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. സാറേ, തനൂജ പ്രശ്നമാവും, ഉറപ്പാ. അവർ പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ പണി വരാൻ പോകുന്നത് സാറിനും സാറിന്റെ ചേച്ചിക്കുമാണ്. ഒരു കരുതൽ വേണം സാറേ. ഞാൻ മുന്നറിയിപ്പ് തരാൻ വന്നതാ. ഞാൻ പോവുകയാണ്. സാർ ആലോചിച്ച് വേണ്ടത് ചെയ്യണം. ഇയാള് പറഞ്ഞ സത്യമാണോ? പ്രഭാവതിയും വക്കീലും കൂടി കേസിന്റെ ബലത്തിനു വേണ്ടിയുള്ള നീക്കമാണോ? പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ തനൂജ ഒരു വാളാണ്, എന്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന വാൾ. എന്താ പ്രഭ ഇത്? ഒരു സാഹചര്യത്തിലും ബലരാമന്റെ പേര് പറയാൻ പാടില്ലായിരുന്നു. സിദ്ധു, എന്നെ സങ്കടപ്പെടുത്തരുത്. സിദ്ധുവിനെ എങ്ങനെയും പുറത്തിറക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. എനിക്ക് ആ ലക്ഷ്യത്തിലെത്തിയേ പറ്റൂ. സിദ്ധു പുറത്തിറങ്ങണമെങ്കിൽ തനൂജയുടെ യഥാർത്ഥ അച്ഛൻ ആരെന്ന് വെളിപ്പെടുത്തിയേ പറ്റൂ. അതായിരുന്നു സാഹചര്യം. ബലരാമന്റെ പേരിന് കോടതിയിലേക്ക് വലിച്ചഴിക്കേണ്ടി വരും പ്രഭ. തെറ്റ് ചെയ്യാത്ത സിദ്ധുവിന് കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരില്ലേ? അപ്പൊ യഥാർത്ഥ ആളുടെ പേരെങ്കിലും കൂടെ ഉണ്ടാവണ്ടേ? ഞാനായിട്ട് അങ്ങനെ പറഞ്ഞതല്ല സിദ്ധു. വക്കീൽ അപാര ബുദ്ധിമാനാ. അദ്ദേഹം നേരത്തെ തന്നെ ഊഹിച്ചു കഴിഞ്ഞിരുന്നു. എന്തായാലും ശരി, ഇപ്പൊ എനിക്ക് എന്തൊക്കെയോ ആശ്വാസമാ തോന്നുന്നത്. നമ്മള് തെളിവുകൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി. രംഗനാഥ കൈമള് വക്കീൽ നമ്മളെ ജയിപ്പിക്കും. കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും ഉത്തരങ്ങൾ പറയിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ മിടുക്ക് ഞാൻ കണ്ടു. സ്വന്തം കക്ഷിയായി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ പേടിച്ചായിരുന്നത്. അപ്പൊ ചന്ദ്രമതിയും ത്യാഗരാജനും തനൂജയും ഒക്കെ വിറയ്ക്കുക തന്നെ ചെയ്യും. എന്തോ കാര്യങ്ങൾ വീണ്ടും കുഴയാൻ പോവാണെന്ന് തോന്നുന്നു. എന്താ, ബലരാമന്റെ പേരിൽ വിവാദങ്ങൾ തുടങ്ങുമെന്നാണോ? തുടങ്ങട്ടെ സിദ്ധു. നമ്മൾ പാതാളത്തിലാ നിൽക്കുന്നത്. ആദ്യം നമുക്ക് കരകയറണം, എന്നിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാം. അത് മാത്രമല്ല, വക്കീൽ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ? കേസിന്റെ പ്രധാന ഘടകം ബലരാമൻ തനൂജ ബന്ധമായിരിക്കുന്നു. അവരച്ഛനും മകളുമാണെന്ന് സ്ഥാപിച്ചെടുക്കാനായിരിക്കും വക്കീലിന്റെ ശ്രമം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
എന്ത് സമ്മതിക്കില്ല എന്ന്? ഞങ്ങൾ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്നാണോ? അങ്ങനെയാണോ? എന്നാൽ ആയിക്കോ സിദ്ധു. കോടതിയിൽ ചന്ദ്രമതിയുടെ വക്കീല് സിദ്ധുവിനോട് ചോദിക്കുമ്പോ സിദ്ധു പറഞ്ഞോളൂ തനുജ സിദ്ധുവിന്റെ മകളാണെന്ന്. സിദ്ധു, ഞാൻ കണക്ക് പറയല്ല. സിദ്ധുവിനൊപ്പം വിലയുള്ള ഒന്നും ഞങ്ങൾക്കില്ല. എന്നാലും ഞാൻ പറയാ, നന്ദൻ കാറ് വരെ വിറ്റിട്ട ഈ കേസിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതെന്തിനാ വിറ്റത്? ഇത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വേദന സിദ്ധു അറിയണം. നന്ദനും ഞാനും ദേവികയൊക്കെ ഉണരും മുതൽ ഉറങ്ങുന്നത് വരെ ആലോചിക്കുന്നത് സിദ്ധുവിനെ രക്ഷിക്കാനുള്ള വഴികളാണ്. ജയിലിൽ കിടക്കുന്നവർക്ക് വീട്ടിലുള്ളവരുടെ വേദന മനസ്സിലാവില്ല. ഞങ്ങളും സിദ്ധുവിനെ പോലെ തന്നെ ചെയ്യില്ല. ഒരുതരം വീട്ടുതടങ്കൽ. സിദ്ധുവിനെ വിഷമിപ്പിച്ചതല്ല. കുറ്റബോധം തോന്നും വേണ്ട. പറഞ്ഞില്ലേ, സിദ്ധു എതിർത്താലും ഞങ്ങൾ വിറ്റും കടം വാങ്ങിയും ഈ കേസ് നടത്തും. കേസ് ജയിപ്പിക്കും. ഞാനീ പറയുന്നത് ഞങ്ങളുടെ വേദന സിദ്ധുവും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാ. എനിക്കറിയാം എന്റെ വീട്ടുകാര് എന്നെ എങ്ങനെയാ കാണുന്നതെന്ന്. ഒരുപാട് ജന്മം കൊണ്ട് വീട്ടിയാലും തീരാത്ത കടപ്പാടുണ്ട്. സിദ്ധു, അങ്ങനൊന്നും പറയണ്ട. നമുക്ക് തമ്മിൽ എന്ത് കടപ്പാട്? കടമയേ ഉള്ളൂ. ഞങ്ങളെ നന്നായി സംരക്ഷിച്ച ഗൃഹനാഥനോടുള്ള ഞങ്ങളുടെ കടമയാ ഇതൊക്കെ. പക്ഷെ അത് പൂർണ്ണമായും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമം. ആര് പറഞ്ഞു? ഇതിനപ്പുറം പൂർണ്ണതയോടെ ആർക്ക് ചെയ്യാൻ പറ്റും? ആ പ്രഭേ, എന്താ സിദ്ധു? വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് കാര്യങ്ങൾ? തുറന്നു ചോദിക്കാം. വീട്ടിലെ ചെലവുകളൊക്കെ. എന്താ സിദ്ധു, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നു സിദ്ധുവിന് പേടി? കഷ്ടപ്പാടുകളൊക്കെ അറിയാതെ ജീവിക്കുന്നവർക്ക് വീഴ്ച സംഭവിക്കുമ്പോഴാ പ്രയാസം വരിക. നന്ദനും താനും രജനിയൊന്നും അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളിതെങ്ങനെ നേരിടുന്നു? സിദ്ധു മുൻപ് കൊലക്കുറ്റത്തിനായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് സിദ്ധു ഈ സാഹചര്യം എങ്ങനെയാ നേരിടുന്നേ? സാഹചര്യം വരുമ്പോ നമ്മൾ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു തുടങ്ങും. ഏത് സാഹചര്യത്തെയും നേരിട്ട് ഞങ്ങൾ സിദ്ധുവിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ശരിയെന്നാ. എന്തായിട്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ട്? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ചന്ദ്രോത്തിന്റെ ജപ്തിയിൽ പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും? എന്താടാ, നീ എന്താ ആലോചിക്കുന്നേ? അവളവിടെ? ആര്? തനുജയോ? അവള് മുറിയിലുണ്ട്. ബാലുവേട്ടന്റെ മകളാണ് തനുജ എന്ന് അറിഞ്ഞ കാര്യം
ചേച്ചിയോട് പറയണം. വേണ്ട, എന്തായാലും പറയണ്ട. പക്ഷേ അവളെ ഇവിടെ നിന്ന് അകറ്റണം.